പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി യോഹന്നാൻ്റെ സുവിശേഷം വചന പഠനം നടത്താൻ കർത്താവ് തരുന്ന അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനത്തിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുകയാണ്. വചനത്തെ മാംസമാക്കി ലോകത്തിന് തന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് അരുളി ചെയ്തു. തിരുവചനം ഇപ്രകാരം പറയുകയാണ്: അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കണം. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലൂടെ കർത്താവ് ലോകത്തോട് തെളിയിക്കുന്നത് തനിക്ക് അപ്പത്തിൻ്റെ മേൽ വ്യത്യാസം വരുത്താൻ കഴിയും എന്നാണ്. അപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലൂടെ ലോകത്തിന് തെളിയിച്ച് കാണിച്ചു കൊടുത്തു. ഇനി ഇതിന് ശേഷം വരുന്ന എപ്പിസോഡാണ് വെള്ളത്തിന് മീതെ ഈശോ നടക്കുന്ന സംഭവം. വെള്ളത്തിന് മീതെ നടന്ന ആ അത്ഭുത പ്രവൃത്തിയിലൂടെ കർത്താവ് ഈശോ മിശിഹ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചത് തനിക്ക് തൻ്റെ ശരീരത്തിൻ്റെ മേൽ മാറ്റം വരുത്താൻ കഴിയും എന്നാണ്. ഒരു വസ്തു വെള്ളത്തിൽ താണുപോകാതെ ഇരിക്കണമെങ്കിൽ ആ വസ്തുവിൻ്റെ മേൽ ശാരീരികമായ ചില വ്യതിയാനങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഇരുമ്പ് കമ്പി വെള്ളത്തിൽ താണുപോകും, എന്നാൽ ഒരു ഇരുമ്പ് കപ്പൽ വെള്ളത്തിൽ താഴാറില്ല. വെള്ളത്തിൽ താഴാതിരിക്കാൻ ഇടയാകത്തക്ക വിധം ഇരുമ്പ് കപ്പൽ ശാരീരികമായ ഇരുമ്പിൻ്റെ മേൽ വ്യത്യാസങ്ങൾ വരുത്തുന്നതുകൊണ്ടാണ്. ഫിസിക്കൽ ചേഞ്ചാണ് അതിനെ വെള്ളത്തിൽ താഴാതിരിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഈശോ മിശിഹ വെള്ളത്തിന് മീതെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെള്ളത്തിനല്ല മാറ്റം വരുന്നത്. വെള്ളം യേശുവിനെ ഉയർത്തി നിർത്താൻ മാത്രം ഖരരൂപത്തിലാവുകയല്ല, മറിച്ച് ഈശോയുടെ ശരീരത്തിന് ഒരു ഭാരമില്ലായ്മ ഉണ്ടാവുകയാണ്. വെള്ളത്തിൽ താണുപോകാതിരിക്കത്തക്ക വിധം യേശു തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്തുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർത്താവ് ഈ 2-ാമത്തെ അത്ഭുതത്തിലൂടെ തെളിയിക്കുന്നത് തനിക്ക് തൻ്റെ ശരീരത്തിൽ വ്യതിയാനം വരുത്താൻ കഴിയും എന്നാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോഴേ യോഹന്നാൻ 6-ാം അധ്യായത്തിലെ ദിവ്യകാരുണ്യ സംഭവത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ കഴിയും, തനിക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഡിമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാണ്, പ്രൂവ് ചെയ്തിട്ടാണ് യേശു തൻ്റെ ശരീരം ലോകത്തിന് ഭക്ഷണമായി കൊടുക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ വേണം നമ്മൾ ഇനി തുടർന്ന് വരുന്ന ആ സംഭവത്തെ വായിച്ചെടുക്കാൻ. അതിനെ വായിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു സൂചന നിങ്ങളോട് ഞാൻ പങ്കുവച്ചതാണ്. ഈ 2-ാമത്തെ അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, 6-ാം അധ്യായത്തിൻ്റെ ഈ 2-ാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിലെ 2-3 സൂചനകൾ കൂടി കണ്ടിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഒന്നാമത്തേത്, ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് ഈശോ മിശിഹ പറയുകയാണ്, ഈ അപ്പക്കഷണങ്ങൾ, വർദ്ധിച്ച അപ്പക്കഷണങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ അതെല്ലാം ശേഖരിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. 12-ാമത്തെ വാക്യം അതാണ്: അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങളെല്ലാം ശേഖരിക്കുവാൻ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ കുർബാനയുടെ ഇത് സാധാരണ ഭക്ഷണം അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒന്നാമത്തെ നിരീക്ഷണം. സാധാരണ ഭക്ഷണമായിരുന്നെങ്കിൽ ലെഫ്റ്റ് ഓവർ അത്രമാത്രം സൂക്ഷ്മതയോടെ ശേഖരിക്കാൻ യേശു ആവശ്യപ്പെടുകയില്ലായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തൻ്റെ ശരീരമാകുന്ന ഭക്ഷണമാണ്, ദിവ്യകാരുണ്യമാണ് എന്ന സൂചനയുള്ളതുകൊണ്ടാണ് അത് പാഴായി പോകരുതെന്നും നഷ്ടപ്പെടരുതെന്നുമുള്ള നിർബന്ധം ഈശോ പ്രകടിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ അധികം വന്ന അപ്പക്കഷണങ്ങൾ എടുക്കാൻ ആവശ്യപ്പെടുന്നത് അപ്പസ്തോലന്മാരോടാണ്. 12 whisker baskets of barley loaves handed over to the 12 apostles. 12 അപ്പസ്തോലന്മാരുടെ കയ്യിലേക്ക് 12 കുട്ട അപ്പക്കഷണങ്ങൾ കൈമാറുമ്പോൾ അത് ഒരു അടയാളമാണ്. ആ അടയാളം എന്ന് പറയുന്നത് കർത്താവ് ഈശോ ഈ ദിവ്യകാരുണ്യമാകുന്ന സമ്മാനം തിരുസഭയാകുന്ന അപ്പസ്തോലിക സമൂഹത്തിൻ്റെ മേൽ കൈമാറുകയാണ്, തിരുസഭയ്ക്ക് കൈമാറിക്കൊടുക്കുകയാണ്. അപ്പോൾ ദിവ്യകാരുണ്യം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന സൂചനയും ഈ വാചകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. സഭയുടെ സ്വകാര്യ സ്വത്താണ് ദിവ്യകാരുണ്യം. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, ഈ അമേരിക്കയിലെ ഒക്കൽഹോമയിൽ സാത്താനാരാധകർ പരിശുദ്ധ കുർബാന തിരുവോസ്തി സഭയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് അത് തിരുവോസ്തി അപമാനിച്ച് സാത്താൻ സേവ നടത്താൻ ഉദ്യമിച്ച ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു കഴിഞ്ഞ ഒരു 7-8 കൊല്ലത്തിനിടയിൽ നടന്ന ഒരു സംഭവമാണത്. അപ്പോൾ അന്ന് ലോകം മുഴുവൻ വളരെ ദുഃഖിച്ചു. സാത്താൻ ടെമ്പിളുള്ള സ്ഥലമാണ് ഈ ഒക്കൽഹോമ. അപ്പോൾ അവിടെ സാത്താൻ ആരാധകർ ബ്ലാക്ക് മാസ് നടത്താൻ വേണ്ടി തിരുസഭയിൽ നിന്ന് അപഹരിച്ചെടുത്ത തിരുവോസ്തി അവഹേളിക്കാൻ ഇടയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ, അമേരിക്ക മുഴുവൻ, യഥാർത്ഥത്തിൽ അമേരിക്ക മുഴുവൻ മാത്രമല്ല, ലോകം മുഴുവൻ, കേരളത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ അങ്ങനെ അത് സംഭവിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിച്ചത് ഒരു ചെറുപ്പക്കാരനിലൂടെയാണ്. അത് നടക്കാതെ പോയതിൻ്റെ, ആ തിരുവോസ്തി അവഹേളിക്കപ്പെടാതെ പോയതിൻ്റെ പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ദൈവപ്രവൃത്തി, അവനിലൂടെ വെളിപ്പെട്ട ഒരു ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അവൻ അവിടെ ഒരു കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസ് എങ്ങനെയായിരുന്നു? തിരുവോസ്തി തിരുസഭയുടെ സ്വത്താണ്, പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരം ഇത് യേശുവിൻ്റെ ശരീരമാണ് എന്ന് വിശ്വസിക്കുന്ന സഭയുടെ സ്വകാര്യ സ്വത്താണ് ദിവ്യകാരുണ്യം. അപ്പോൾ അത് ഈ സാത്താൻ സേവക്കാരുടെ കയ്യിൽ വന്നാൽ ഒന്നുകിൽ അവരത് അപഹരിച്ചെടുത്തതാണ്, മോഷ്ടിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ ഇവർ ഇത് തിരുവോസ്തിയാണ്, ദിവ്യകാരുണ്യമാണ് എന്ന് പറയുന്നത് നുണയാണ്, ഇതൊരു സാധാരണ അപ്പമാണ്. രണ്ടാണെങ്കിലും അവർക്കെതിരെ കേസ് നിലനിൽക്കാൻ വ്യവസ്ഥയുണ്ട്. കേസുണ്ടാവും, അപഹരിച്ചെടുത്താലും കേസുണ്ടാവും, ഫേക്ക് ചെയ്താലും കേസുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാരണങ്ങൾ കോടതിയിൽ നിരത്തി ഈ തിരുവോസ്തി ആണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് സഭയെ തിരികെ ഏൽപ്പിക്കണമെന്ന ഒരു വിധി ഈ ചെറുപ്പക്കാരൻ സമ്പാദിച്ചു. അങ്ങനെയാണ് അന്ന് ആ സാത്താൻ ആരാധന നടക്കാതെ പോയത്. അപ്പോൾ നമുക്ക് കാലിക വായനകളുള്ള ഒരു ഭാഗം കൂടിയാണിത്. സഭയുടെ നിക്ഷേപങ്ങളിലൊന്നാണ്, അമൂല്യമായ നിക്ഷേപങ്ങളിലൊന്നാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ആ പരിശുദ്ധ കുർബാന എന്ന ആ നിക്ഷേപത്തെ സഭ എത്രമാത്രം ഗൗരവമായി കൈകാര്യം ചെയ്യണം എന്ന ഒരു സൂചന കൂടി ഈ 12 കുട്ട നിറയെ അപ്പക്കഷണങ്ങൾ ഓരോ കുട്ടയും ഓരോ അപ്പസ്തോലൻ്റെ കയ്യിലേക്ക് കൈമാറി കൊടുക്കുമ്പോൾ യേശുവിൻ്റെ കണ്ണിൽ ആ ദീർഘവീക്ഷണവും ആ ആഗ്രഹവും ആ പ്രതീക്ഷയുമുണ്ട്. സഭ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ നിക്ഷേപമാണ് പരിശുദ്ധ കുർബാന. അത് അലംഭാവപ്പെടാൻ, അത് നിസാരമാക്കപ്പെടാൻ, അതിൻ്റെ വില നഷ്ടപ്പെടാൻ ഇടയാകത്തക്ക വിധം ഒരു പ്രവൃത്തിയും സഭാമക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന കാലികമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അത് പുരോഹിതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരോഹിതർ മാത്രമല്ല, മുഴുവൻ ദൈവജനവും ഓരോ ദിവ്യകാരുണ്യ അപ്പവും ഓരോ ദിവ്യകാരുണ്യ മേശയും മലിനമാക്കപ്പെടാതിരിക്കാനുള്ള ഒരു ദൈവികമായ പ്രേരണയും പ്രചോദനവും നൽകുന്ന ഒരു വാക്യം കൂടിയാണത്. ഈ അപ്പസ്തോലന്മാരെ 12 കുട്ട നിറയെ അപ്പക്കഷണങ്ങൾ ഏൽപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. മറ്റൊന്ന്, ഇത് കഴിയുമ്പോൾ 14-ാമത്തെ വാക്യം എങ്ങനെയാണ്? ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് എന്ന് ഈ അടയാളം കണ്ട ജനങ്ങൾ പറയുകയാണ്. അപ്പോൾ യേശു പ്രവർത്തിച്ച ഈ അത്ഭുതം, ഈ മഹാത്ഭുതം കണ്ടു കഴിയുമ്പോൾ ജനം പെട്ടെന്ന് മനസ്സിലാക്കുകയാണ്, അതായത് ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ ഇവനാണ്. ഇത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ പ്രവാചകൻ എന്നല്ലേ, അപ്പോൾ ഇംഗ്ലീഷിൽ ദിസ് ഈസ് ദ പ്രോഫറ്റ് എന്നാണ്, ദ പ്രോഫറ്റ്. അങ്ങനെ ഒരു യഹൂദൻ പറയുമ്പോൾ അതിനൊരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്.
അത് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, ഡ്യൂട്രോണമി 18:15, അവിടെ മോശ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്, എന്നെപ്പോലെ ഒരു പ്രവാചകൻ ഇനിയും വരും. അപ്പോൾ ആ പ്രവാചകൻ, അവൻ്റെ വാക്കുകളാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് മോശ നിയമാവർത്തനം 18-ൽ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആ ദ പ്രോഫറ്റ്, വരാനിരിക്കുന്ന ആ പ്രവാചകൻ, ആ വലിയ പ്രവാചകൻ. അപ്പോൾ ആ സൂചനയാണ് ഇവിടെ പറയുന്നത്. മരുഭൂമിയിൽ അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ യേശുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തി കണ്ട ജനം പറയുകയാണ്, മോശ പ്രവചിച്ച ആ വരുമെന്ന് മോശ പ്രവചിച്ച ആ വരാനിരുന്ന പ്രവാചകൻ ഇവനാണ് എന്ന് ജനങ്ങൾ പറയുകയാണ് ഈ അത്ഭുതം കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ യേശു മിശിഹായാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൂചന കൂടിയാണ് യോഹന്നാൻ ഇതിനകത്ത് ഒളിപ്പിച്ചു വെക്കുന്നത്. മറ്റൊന്ന്, അത് കഴിയുമ്പോൾ ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം, അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു വീണ്ടും മലയിലേക്ക് തനിയെ പിന്മാറി. ഇവിടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജനം അവൻ്റെ മേൽ ഒരു ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞു, ജനത്തിന് ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ജനം അവനെ ഇപ്പോൾ ഒരു അമൂല്യ വ്യക്തിയായി കണ്ടു കഴിഞ്ഞു. ഇനി അവരുടെ ആഗ്രഹം അവനെ നേതാവാക്കണം എന്നാണ്. ഈ റോമൻ പട്ടാളത്തിനെതിരെയും റോമൻ നിയമവ്യവസ്ഥയ്ക്കും ആധിപത്യത്തിനുമെതിരെയുമുള്ള കലാപ ആഹ്വാനവുമായി തങ്ങളെ നയിക്കാൻ ഉതകുന്ന ഒരു വിപ്ലവകാരിയായ നേതാവിനെ കാത്തിരുന്ന ഒരു ജനത്തിന് ഇപ്പോൾ ഒരു നേതാവിനെ കണ്ടുകിട്ടുകയാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ശൂന്യതയിൽ നിന്ന് അപ്പം വർദ്ധിപ്പിക്കുന്ന, ജനത്തെ കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്ന, കരുത്തനായ, ഭയമില്ലാത്ത ഒരു നേതാവിനെ കാണുമ്പോൾ ജനം അവനെ രാജാവാക്കാൻ പിടിച്ചുകൊണ്ട് പോവാണ്. നമ്മൾ സാവധാനത്തിൽ മനസ്സിലാക്കേണ്ട അനേക കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ എന്തുകൊണ്ടാണ് യേശുവിനെ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നത്? അവർക്ക് മനസ്സിലായി ഇതാണ് വരാനിരുന്ന പ്രവാചകൻ. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് ഈ പ്രവാചകൻ, ഈ രാജാവ്, ഈ നേതാവ് തങ്ങളെ റോമൻ അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കും. ഇതാണ് ജനത്തിൻ്റെ ആഗ്രഹം. ഇവിടെ യേശു അതിൻ്റെ ആ ടെംപ്റ്റേഷനിൽ നിന്ന്, ആ കെണിയിൽ നിന്ന്, ആ കുരുക്കിൽ നിന്ന്, ആ ചൂണ്ടക്കൊളുത്തിൽ നിന്ന് യേശു വഴുതി മാറുകയാണ്. എന്നിട്ട് അവൻ മലമുകളിലേക്ക് തനിയെ പിന്മാറുകയാണ്. അപ്പോസ്തലന്മാരെ പോലും കൂടെ കൂട്ടാതെ തനിയെ അവൻ മലമുകളിലേക്ക് മാറിപ്പോകുന്നു. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ജനത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു മിശിഹായാവുക എന്നുള്ളതാണ് ഇവിടുത്തെ യേശുവിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ടെംപ്റ്റേഷൻ. രാജാവാവുക. എങ്ങനെയുള്ള രാജാവ്? ജനം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു രാജാവ്. എന്നാൽ യേശു രാജാവാണ്. യേശു രാജാവായി പ്രഖ്യാപിക്കപ്പെടും. അത് ജനത്തിൻ്റെ ആഗ്രഹമനുസരിച്ചുള്ള ഒരു മിശിഹായല്ല, ജനത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വിധേയമായ, സ്വപ്നങ്ങളുടെ ചുവട് പിടിച്ചുള്ള ഒരു മിശിഹായല്ല, മറിച്ച് യേശു രാജാവാകും, ദൈവ ഹൃദയപ്രകാരമുള്ള രാജാവ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് യേശുവിൻ്റെ മുമ്പിലെ വലിയൊരു ടെംപ്റ്റേഷനായിരുന്നു. ജനം ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു നേതാവാവുക, ജനത്തിൻ്റെ സ്വപ്നങ്ങൾക്കും ഒരുപക്ഷെ ബലഹീനതകൾക്കും ഇഷ്ടങ്ങൾക്കും വിധേയമാകുന്ന ഒരു നേതാവായി മാറുക. ആ ടെംപ്റ്റേഷനെ, അതൊരു കെണിയാണ് എന്ന് യേശു തിരിച്ചറിയുകയാണ്. യേശു എന്ത് ചെയ്യുന്നു? യേശു അതിൽ നിന്ന് മാറിപ്പോവാണ്, മലമുകളിലേക്ക് പിന്മാറുകയാണ്. ഈ സഭയ്ക്കും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ടെംപ്റ്റേഷനുണ്ട് നമ്മുടെ മുമ്പിൽ. എന്താണ്? ജനം ആഗ്രഹിക്കുന്നത് പോലെ ഒരാളായിട്ട് മാറുക. ജനത്തിനെപ്പോഴും ജനത്തിൻ്റേതായ ഭൗതികമായ ആഗ്രഹങ്ങളുടെ നിലപാടുകളുണ്ട്. ജനത്തിൻ്റെ ലോകപ്രകാരമുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ആൾക്കൂട്ടത്തിൻ്റേതായ ഒരു മനഃശാസ്ത്രമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു നേതാവാവുക എന്നുള്ളത് നിങ്ങളുടെ പോപ്പുലാരിറ്റിയെ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ ജനപിന്തുണ അത് കൂട്ടും, മനുഷ്യർക്ക് നിങ്ങളോടുള്ള മമതയ്ക്കും സ്നേഹത്തിനും അനുഭാവത്തിനും അത് വർദ്ധിക്കുന്നതിന് അത് കാരണമാകും, നിങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടാവും. പക്ഷേ ഹി ഷൻ ദ പോപ്പുലാരിറ്റി ആൻഡ് ഹി അവോയ്ഡഡ് ദ പോപ്പുലാരിറ്റി. അവൻ ആ പിന്തുണ, ആ ജനത്തിൻ്റെ അകമ്പടിയും ആരവവും വേണ്ട എന്ന് വെച്ചുകൊണ്ട് മലമുകളിലേക്ക് പിന്മാറാൻ. നമുക്ക് സഭയ്ക്ക് ഇതേ ടെംപ്റ്റേഷൻ ഈ കാലഘട്ടത്തിലുണ്ട്. അതായത് ജനം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ ലോകം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള, രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള, മറ്റു മതങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സഭയാവാനുള്ള ടെംപ്റ്റേഷൻ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു സഭയാവുക എന്നുള്ളതാണ് സഭയുടെ കോള്, പുരോഹിതരുടെ കോള്, സന്യസ്തരുടെ വിളി, ദൈവജനത്തിൻ്റെ വിളി, ഇടവകകളുടെ വിളി, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ. അപ്പോൾ സൊസൈറ്റിയിൽ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവുന്ന വിധത്തിലുള്ള ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന പോലെയോ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പോലെയുള്ള ഒരു സംവിധാനമാവുക എന്ന ഒരു ടെംപ്റ്റേഷൻ നമ്മുടെ മുമ്പിൽ
വളരെ ആർത്തിയോടെ വാ പിളർന്ന് നിൽക്കുന്ന ഒരു ചെന്നായെ പോലെ നമ്മുടെ മുമ്പിൽ ഈ ടെംപ്റ്റേഷൻ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനെ യേശു അതിജീവിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് മലമുകളിലേക്ക് പിന്മാറുകയാണ്. ഇത് എല്ലാ പ്രലോഭനങ്ങളെയും നമ്മൾ നേരിടേണ്ടത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഉതകുന്ന ഒരു എൻവയോൺമെൻറ്റിലേക്ക് മാറി നിന്നുകൊണ്ടാണ്. ഈ ആരവത്തിനിടയിൽ ദൈവസ്വരം മിസ് ചെയ്യും. ഒരുപാട് ബഹളങ്ങൾക്കിടയിൽ ദൈവസ്വരം മിസ് ചെയ്യും. വലിയ ഒരു ആരവത്തിൻ്റെ നടുവിൽ നമുക്ക് ഒരിക്കലും കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നു? അവൻ ശിഷ്യന്മാരെ പോലും കൂടെ കൂട്ടുന്നില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ശിഷ്യന്മാരെ യേശു കൂടെ കൂട്ടാത്തത്? എന്തുകൊണ്ടായിരിക്കും? അതായത് ശിഷ്യന്മാരെ കൂടെ കൂട്ടിയാൽ ദ ഹോൾ ഡിസ്കഷൻ ഈസ് ഗോയിങ് ടു ബി എന്തിനെക്കുറിച്ചായിരിക്കും? അപ്പം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്. നീ വലിയ ആളാണ്, നീ അങ്ങനെ ചെയ്തു, ആളുകൾ അവിടെ ഈ അഭിപ്രായം പറയുന്നത് ഞങ്ങൾ കേട്ടു, അവിടെ നിന്നെക്കുറിച്ച് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ദ ഹോൾ തിങ് ജീസസ് ഈസ് ഗോയിങ് ടു മിസ് ദ പോയിൻറ്റ്. അത് പോകാൻ സാധ്യതയുണ്ടെന്ന് കർത്താവിന് മനസ്സിലായി. അതായത് ഇവർ ഇങ്ങനെ പറയും, ഇനി അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ ഈ അമാനുഷിക സംഭവത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വിശദാംശങ്ങളിലേക്കോ എല്ലാം പിന്നെ ഇത് ദൈവസ്വരം കേൾക്കാൻ പറ്റാതാവും. അതുകൊണ്ട് അപ്പസ്തോലന്മാർ മറ്റ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് മത്തായിലും മർക്കോസിലൊക്കെ നമ്മൾ കാണുന്നത് യേശു ശിഷ്യന്മാരെ മറുകരയ്ക്കുവാൻ നിർബന്ധിച്ചു എന്നാണ്. തൻ്റെ കൂടെ വരണ്ടാന്ന് കട്ട് ആൻഡ് റൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യൻ ദൈവത്തോട് ഒറ്റയ്ക്കാവണം, ദൈവത്തിൻ്റെ അടുത്ത് ഒറ്റയ്ക്കാവണം, കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം ദൈവഹിതം തിരിച്ചറിയാൻ. അല്ലാതെ ഒരു ബഹളത്തിനിടയിലോ ഒരു ആരവത്തിനിടയിലോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കർത്താവ് ശംസിക ഈ എന്തിനാണ് തനിയെ മലമുകളിൽ പിന്മാറുന്നത്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതായത് വിജയങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുകയല്ല, വിജയങ്ങൾ നമ്മളെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തണം. നമുക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ഭാരപ്പെടുത്തണം. ആ സക്സസ് കാരണം എന്തെന്നറിയാമോ? എല്ലാ വിജയങ്ങളുടെ അപ്പുറത്തും ഒരു അഹങ്കാരം കിടപ്പുണ്ട്. എല്ലാ വിജയങ്ങളുടെ അപ്പുറത്തും നമുക്ക് സ്വയം മഹത്വം എടുക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിജയങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തണം. സത്യം പറഞ്ഞാൽ വിജയങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനപ്പുറത്തൊരു കെണി കിടപ്പുണ്ട്. ഇതിനപ്പുറത്ത് വലിയ വാ വളർന്ന് നിൽക്കുന്ന ഒരു സിംഹം നിൽപ്പുണ്ട്. അത് അഹങ്കാരമാണ്. ആ അഹങ്കാരം വന്ന സിംഹത്തെ നേരിടാൻ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ എടുക്കുന്നതിന് പേരാണ് പ്രൈഡ്. അല്ല, നമുക്കുള്ള കഴിവുകളെക്കുറിച്ചോ നന്മകളെക്കുറിച്ചോ ഒന്നും നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യബോധത്തിൻ്റെ പേരല്ല അഹങ്കാരം. അയാൾക്ക് ഉള്ള കപ്പാസിറ്റികളെക്കുറിച്ച് തിരിച്ചറിയുന്നു, ബലഹീനതകൾ തിരിച്ചറിയുന്നു, അതിൻ്റെ പേരല്ല അഹങ്കാരം. മറിച്ച് ഈ ഗ്ലോറി എടുക്കുന്നതാണ്. എല്ലാ കാര്യത്തിൻ്റെയും മഹത്വം ദൈവത്തിനാണ്. കാരണം ബൈബിൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, എല്ലാ നല്ല ദാനങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവം തരുന്നതാണ് എല്ലാ നല്ല ദാനങ്ങളും. അപ്പോൾ ആ നല്ല ദാനങ്ങൾ തരുന്ന ദൈവത്തിന് എല്ലാ കാര്യത്തിൻ്റെയും ക്രെഡിറ്റ് പോകേണ്ടതുണ്ട്, മഹത്വം കൊടുക്കേണ്ടതുണ്ട് ദൈവത്തിന്. മനുഷ്യൻ മഹത്വം എടുക്കാൻ പാടില്ല. യെശയ്യായിലൊക്കെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കില്ല. അപ്പോൾ ദൈവത്തിന് നൽകപ്പെടേണ്ട മഹത്വം ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അപഹരിക്കുന്നതിന് പേരാണ് അഹങ്കാരം. ഓരോ വിജയവും നമ്മളെ കാത്തു നിൽക്കുന്നത് ഇത്തരം ഒരു ചൂണ്ടക്കൊളുത്തുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു എന്ത് ചെയ്യുന്നു? മലമുകളിലേക്ക് തന്നെ പിന്മാറുന്നു. അവൻ തനിയെ പിന്മാറി. അപ്പോൾ ഈ പ്രലോഭനത്തെ യേശു നേരിടുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടുകൊണ്ട്, 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ 2-ാം ഭാഗത്തേക്ക് കടക്കാം. യേശു വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവരുടെ അടുക്കലെത്തിയിരുന്നുമില്ല. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്ഥാദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് തുടങ്ങാനുള്ള സമയം കൂടിയുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡിൽ ഞാനിത് കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ ഇത് യേശു വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവമാണ്. നമ്മൾ ആ പഴയ നിയമ പശ്ചാത്തലത്തിലേക്കൊന്ന് കണക്ട് ചെയ്ത് വായിച്ചാൽ കുറേ കൂടി വ്യക്തമായിട്ട് ഇത് മനസ്സിലാവും. അതായത് ഈ ഹോൾ ചാപ്റ്റർ 6 ഈസ് ഗോയിങ് ടു ഡിസ്കസ് മന്ന, ദ ഹെവൻലി ബ്രെഡ്.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം വർഷിച്ച ആ ദൈവദൂതന്മാരുടെ അപ്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണല്ലോ ഈ 6-ാം അധ്യായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മന്ന വർഷിക്കപ്പെട്ടത് മരുഭൂമിയിൽ വെച്ചാണ്. മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഓർക്കണം, നമ്മൾ ചെങ്കടൽ ജനം കടന്നതിന് ശേഷമാണ്. ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ജനത്തിന് ഭക്ഷിക്കാൻ മന്ന കൊടുക്കുന്നത്. അപ്പോൾ ഈ മന്നയെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഇനി ഈ 2ാമത്തെ അത്ഭുതത്തിന് ശേഷം നടക്കാൻ പോകുന്നത്. മന്നയെക്കുറിച്ച് യേശു ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പോവാണ്. അപ്പം ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ആ പ്രബോധനം യഥാർത്ഥത്തിൽ നൽകപ്പെടുന്നത് ഈ മരുഭൂമിയിൽ മന്ന വർഷിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ആ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കണം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. അപ്പോൾ എന്താ ഇത്, ചെങ്കടൽ കടന്ന് അക്കരെ എത്തിക്കഴിയുമ്പോഴാണ്. മന്നയെക്കുറിച്ച് ഇവിടെയും പുതിയ നിയമത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം ഈ കടൽ കുറുകെ കടന്ന് യേശു കടലിന് മീതെ നടന്നതിന് ശേഷമാണ് മന്നയെക്കുറിച്ചുള്ള പ്രബോധനം. ആ കണക്ഷൻ ഈ 2 സംഭവങ്ങൾ തമ്മിൽ ഉണ്ട് എന്നത് ഒരു സൂചനയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഒരു കാര്യം. ഇത് ശരിക്കും മന്നയെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ പ്രിപ്പറേഷനാണ് ഈ വെള്ളത്തിന് മീതെ നടക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇവിടെ ചില വാക്കുകൾ ചെങ്കടൽ കടന്നതുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കാനും പറ്റും. ഉദാഹരണത്തിന്, ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ക്ഷോഭിച്ചു. ദ സീ റോസ് ബിക്കോസ് ഓഫ് എ സ്ട്രോങ് വിൻഡ്. അപ്പോൾ ആ വിൻഡ് ബ്ലോ ചെയ്തതുകൊണ്ടാണ് കടൽ ഉയർന്നത്. അങ്ങനെയാണ്, ഇംഗ്ലീഷ് കുറച്ചുകൂടെ കൃത്യമാണ്. അപ്പോൾ കടൽ ഉയർന്നത്, കടൽ ക്ഷോഭിച്ചത് കാറ്റടിച്ചത് കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചെങ്കടൽ വിഭജിക്കപ്പെടുന്ന സമയത്തും ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ കടൽ 2ആയി വകഞ്ഞ് മാറുന്നത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് 15 കടൽ 2ആയി വകഞ്ഞ് മാറ്റപ്പെടുന്നത്, വഴിവെട്ടപ്പെടുന്നത് ഒരു കിഴക്കൻ കാറ്റ് രാത്രി മുഴുവൻ അടിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ പാരലലിസം കാണാൻ പറ്റും. ചെങ്കടൽ കടന്ന സംഭവവും യേശു കടലിന് മീതെ നടക്കുന്നതും തമ്മിലുള്ള ഒരു താരതമ്യ വായന യോഹന്നാൻ ഇത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ കണക്ട് ചെയ്യുന്നത്? പഴയ നിയമത്തിലെ ചെങ്കടൽ കടക്കുന്നതും യേശു വെള്ളത്തിന് മീതെ നടക്കുന്നതും ഈ ചെങ്കടൽ കടന്നു കഴിയുമ്പോഴാണ് ജനത്തിന് മനസ്സിലാവുന്നത് തങ്ങളുടെ ദൈവം ആരാണെന്ന്. ആ ദൈവത്തിൻ്റെ ദൈവത്വവും അവിടുത്തെ അപരിമേയ ശക്തിയും സർവാധിപത്യവും ജനം തിരിച്ചറിയുന്നത് ചെങ്കടൽ കടക്കുമ്പോഴാണ്. ചെങ്കടലിൻ്റെ അക്കരെ ഈജിപ്തിൽ നിന്ന ജനമല്ല, ചെങ്കടലിൻ്റെ ഇക്കരെ ആ ജനത്തിൻ്റെ ദൈവബോധം മാറി, ജനത്തിന് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. ഇപ്പോൾ ഇവിടെയും യേശു കടലിന് മീതെ നടന്നു കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ദൈവത്വം മനസ്സിലാവുകയാണ്. യേശു ദൈവമാണെന്ന് പ്രകടമായിട്ട് ഈശോ ഇനി പറയാൻ പോവാണ് ഈ ഭാഗത്ത്. അപ്പോൾ ഇതാണ് അതിനകത്തെ ആ താരതമ്യത്തിൻ്റെ പിന്നിലെ യോഹന്നാൻ ഉപയോഗിക്കുന്ന ആ ജ്ഞാനം. അതാണ് യേശുവിൻ്റെ ദൈവത്വം. ചെങ്കടൽ പിളർന്ന, ചെങ്കടൽ കുറുകെ കടക്കാൻ സഹായിച്ച അതേ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് യോഹന്നാൻ പ്രഖ്യാപിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതിനെ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ താല്പര്യത്തോടെ ദൈവവചനം പഠിക്കാൻ നിങ്ങൾ അടുത്ത് വരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെവിടെയായിരുന്നാലും ഈ സമയത്ത് കർത്താവിൻ്റെ കരുണയും സ്നേഹവും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.